പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി അസം സ്വദേശി പ്രസഞ്ജിത്തിനെ പിടികൂടി. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഫറോക്ക് ചന്ത GM UP സ്കൂളിലെ ശുചിമുറിയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. പുലർച്ചെ 2:45-നാണ് പ്രസഞ്ജിത്തിനെ പിടികൂടിയത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഇയാൾ. ഇന്നലെയാണ് പ്രസഞ്ജിത്ത് കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പെരുമുഖത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളിയുടെ മകളുമായാണ് ഇയാൾ കഴിഞ്ഞ ദിവസം നാടുവിട്ടത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിൽ കണ്ടെത്തിയ ഇരുവരെയും രാവിലെ സ്റ്റേഷനിൽ എത്തിച്ചു. പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രസഞ്ജിത്തിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ നിർത്തിയതായിരുന്നു. പോലീസുകാരുടെ സാന്നിധ്യം കുറഞ്ഞ തക്കം നോക്കിയാണ് ഇയാൾ ഓടിപ്പോയത്. തനിക്കെതിരായ ആരോപണങ്ങളെ തള്ളി കാരണം കാണിക്കൽ നോട്ടീസിൽ ഡോ ഹാരിസ് ചിറക്കലിന്റെ വിശദീകരണം. ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ഡോ ഹാരിസ് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയെക്കുറിച്ച് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഡോ ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. ചികിത്സ മുടങ്ങിയ ദിവസം ഹാരിസ് ബദൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. എന്നാൽ താൻ പറഞ്ഞ ദിവസം ഉപകരണമുണ്ടായിരുന്നില്ലെന്നും പിറ്റേന്ന് മറ്റൊരു ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹം സ്വന്തമായി വാങ്ങിയ ഉപകരണം ഉപയോഗിച്ചാണെന്നും അത് സർക്കാർ വാങ്ങിയ ഉപകരണമായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപകരണക്ഷാമം എന്തുകൊണ്ട് സൂപ്രണ്ടിനോടോ പ്രിൻസിപ്പലിനോടോ പറഞ്ഞില്ല എന്നതിന് പലതവണയായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരണം നൽകി. ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ച പരസ്യപ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന വിമർശനത്തിനും അദ്ദേഹം മറുപടി നൽകി. പരസ്യപ്രതികരണത്തിൽ ക്ഷമാപണം നടത്തിയെന്നാണ് ഹാരിസിന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് ഹാരിസ് വിശദീകരണം നൽകിയത്. സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഫറോക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. അസം സ്വദേശിയായ പ്രസഞ്ജിത്താണ് ഫറോക്ക് സ്കൂളിന് സമീപത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായത്. കയ്യിൽ വിലങ്ങണിയിച്ച് ബെഞ്ചിലിരുത്തിയ പ്രസഞ്ജിത്ത് പോലീസിന്റെ ശ്രദ്ധ മാറിയപ്പോൾ പിൻവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ വരെ മഴ ഭീഷണി തുടരും. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഗവർണറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വിസമ്മതിച്ച ഗവേഷക വിദ്യാർത്ഥിനി. തമിഴ്നാട് ഗവർണർ RN രവിയിൽ നിന്നാണ് ഗവേഷക വിദ്യാർത്ഥിനിയായ ജീൻ ജോസഫ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിസമ്മതിച്ചത്. ഗവർണർ തമിഴ്നാടിനും ഇവിടത്തെ ജനങ്ങൾക്കും എതിരാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാത്തതെന്നും ജീൻ ജോസഫ് പറഞ്ഞു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ കൊളത്തൂർ മണ്ഡലത്തിൽ കള്ളവോട്ടാരോപണവുമായി BJP രംഗത്തെത്തിയതിനെതിരെ ശക്തമായ പ്രതികരണവുമായി DMK. ആരോപണങ്ങൾ തെളിയിക്കാൻ BJPയെ വെല്ലുവിളിക്കുന്നതായി DMK നേതാവ് RS ഭാരതി പറഞ്ഞു. തമിഴ്നാട്ടിലും വിഭജനഭീതി ദിനമാചരിക്കാൻ തീരുമാനം. വിഭജന സ്മരണകളുമായി ഇന്ന് ചിത്രപ്രദർശനം സംഘടിപ്പിക്കും. തമിഴ്നാട് ഗവർണർ RN രവി ഉദ്ഘാടനം ചെയ്യും. അതേസമയം വിഭജനഭീതി ദിനം ആചരിക്കുന്നതിനെ ചൊല്ലി ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പസുകളിൽ ഇന്ന് പരിപാടികൾ നടത്തണമെന്ന് ഓർമ്മിപ്പിച്ച് VC-മാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചിരുന്നു. എന്നാൽ ഒരു പരിപാടിയും നടത്തരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷയുറപ്പാക്കാൻ 2800 നായ്ക്കളെ കൊന്നതായി ജനതാദൾ സെക്യുലർ പാർട്ടിയിലെ നേതാവിന്റെ തുറന്നുപറച്ചിൽ. MLC SL ഭോജഗോഡയാണ് നായ്ക്കളെ കൊല ചെയ്തതായി വെളിപ്പെടുത്തിയത്. ചിക്കമംഗളൂർ മുനിസിപ്പൽ കൗൺസിൽ അധ്യക്ഷനായിരുന്ന കാലത്തെ 2000-ഓളം തെരുവു നായ്ക്കളെ കൊലപ്പെടുത്തി മരങ്ങൾക്ക് വളമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഭോജഗോഡയുടെ വിവാദ പ്രസ്താവന. നായ്ക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കർണാടകയാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജാംനറിൽ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്തതായി റിപ്പോർട്ട്. ജാംനർ സ്വദേശിയായ മുസ്ലിം യുവാവിനെയാണ് കുടുംബത്തിനു മുന്നിൽ വെച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊല ചെയ്തത്. യുവാവിനെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ച അമ്മയെയും സഹോദരിയെയും ആൾക്കൂട്ടം മർദ്ദിച്ചതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ മാംസം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ മാംസവിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള കല്യാൺ ഡൊംബിവില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉത്തരവാണ് വിവാദത്തിന് കാരണമായത്. പ്രതിപക്ഷമായ NCP-SP-യും ശിവസേന UBTയും നേതാക്കൾ ഉത്തരവിനെതിരെ രംഗത്തെത്തി. ജനങ്ങളുടെ ഭക്ഷണ തെരഞ്ഞെടുപ്പുകൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 45 വർഷം മുമ്പ് സോണിയാഗാന്ധിയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഇന്ത്യൻ പൗരത്വമുണ്ടായിരുന്നില്ല എന്ന ആരോപണവുമായി BJP.
വോട്ടർ തട്ടിപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബിജെപി ഒത്തുകളിക്കുകയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടിയായാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത്. ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി 1980 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് 1983-ലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുന്നേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ്. സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാൽപിടിച്ചല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പേര് ചേർത്തതാണെന്ന് AICC പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ വിശദീകരിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള പ്രതിഷേധത്തിൽ തന്റെ ചിത്രം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MP-മാർ ടീഷർട്ടിൽ ഉപയോഗിച്ചതിനെതിരെ പരാതിയുമായി ബീഹാറിലെ വോട്ടറായ മിന്റാ ദേവി. വോട്ടർ ID കാർഡിലെ പിഴവാണ് തന്റെ പ്രായം 124 എന്ന് തെറ്റായി എഴുതാൻ കാരണമെന്ന് മിന്റാ ദേവി പ്രതികരിച്ചു. തന്നോട് ചോദിക്കാതെയാണ് ചിത്രം ഉപയോഗിച്ചതെന്നും മിന്റാ ദേവി പറഞ്ഞു. കുവൈറ്റ് വിഷമദുരത്തിൽ 40 ഇന്ത്യക്കാർ ചികിത്സയിലുള്ളതായി സ്ഥിരീകരിച്ച ഇന്ത്യൻ എംബസി. ഈ കൂട്ടത്തിൽ മലയാളികളുണ്ടെന്നുള്ള സൂചനയും പുറത്തുവന്നു. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുമ്പോഴും എണ്ണമടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ചിലർ ഗുരുതരാവസ്ഥയിലാണെന്നും മറ്റു ചിലർ സുഖം പ്രാപിച്ചു വരുന്നതായും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെയായി 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം. ചികിത്സയിലുള്ളവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും സൂചനയുണ്ട്. അമേരിക്കയിൽ ഹൈന്ദവ ക്ഷേത്രത്തിന് നേരെ വീണ്ടും ആക്രമണം. ഗ്രീൻവുഡ് സിറ്റിയിലെ BAPS സ്വാമിനാരായൺ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ക്ഷേത്രത്തിന്റെ ചുവരുകൾ ഇന്ത്യാവിരുദ്ധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ ചുവരെഴുത്തുകൾ കൊണ്ട് വികൃതമാക്കിയെന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ Xൽ കുറിച്ചു. ഒരു വർഷത്തിനിടെ ഇത് 4ാമത്തെ ക്ഷേത്രമാണ് അമേരിക്കയിൽ ആക്രമിക്കപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും അടുത്ത മാസം ആദ്യം തന്നെ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇന്ത്യൻ വിമാന കമ്പനികളോട് സർവീസുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റിൽ ചൈനയിൽ നടക്കുന്ന SCO ഉച്ചകോടിക്ക് മുൻപ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്താനാണ് പ്രധാനമായും വാങ് യി ഇന്ത്യ സന്ദർശിക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടിയാൻജിനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരിക്കുന്ന യാത്രയ്ക്ക് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം പുടിനുമായി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയും വിവരിച്ചു.